സൃഷ്ടപ്രപഞ്ചം ദൈവമഹത്വം നിറയും അടയാളം, നിറയും അടയാളം. പിതാവിൻ കൽപ്പനകളും യേശുവിൻ വചനങ്ങളും ആത്മാവിൻ ഫലങ്ങളും മാതാവിൻ വിശുദ്ധിയും അനേകരിൽ നിറയും അടയാളം, അടയാളം. സൃഷ്ടപ്രപഞ്ചം ദൈവമഹത്വം നിറയും അടയാളം, നിറയും അടയാളം. In the name of Jesus. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലെ 19-ാമത്തെ തിരുവചനമാണ് ഈ ശുശ്രൂഷയുടെ പരിശുദ്ധാത്മ ചൈതന്യം. സർവ സൃഷ്ടജാലങ്ങളും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയ ദൈവജനമേ നിങ്ങളെ ഈ നിമിഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തൃശൂർ ശക്തൻ മാർക്കറ്റിൽ പച്ചക്കറി കച്ചവടം ചെയ്യുന്ന സഹോദരൻ സിൽവസ്റ്ററിനെയും അദ്ദേഹത്തിന്റെ സുവിശേഷ വേലയെയും ഈ നിമിഷം നമുക്ക് കാണാം, പരിചയപ്പെടാം, പ്രാർത്ഥിക്കാം. സിൽവസ്റ്റർ ചെറയത്ത് വീട്, തൃശ്ശൂരിൽ 3 കിലോമീറ്റർ അകലെ കൊല്ലൂക്കര സെന്റ് ജോസഫ് ദേവാലയത്തിലെ കുടുംബാംഗമാണ്. ഭാര്യയും 3 മക്കളും ചേർന്ന കുടുംബം. 2 മക്കൾ വിവാഹിതരാണ്. 1992 നവീകരണ ധ്യാനത്തിലൂടെ യേശുവിനറിഞ്ഞ് യേശുവിനായി ജീവിച്ച് യേശുവിനായി പ്രവർത്തിച്ച് യേശുവിനെ ഘോഷിച്ച് കടന്നുപോകുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയാണ്. ശക്തനമര നഗർ മാർക്കറ്റിലെ ഒരു പച്ചക്കറി ഹോൾസെയിൽ ഡീലറാണ്. ഒപ്പം തന്നെ സുവിശേഷ മേഖലകളിൽ, മിഷൻ മേഖലകളിൽ എവിടെയെല്ലാം കർത്താവിന് സാക്ഷ്യം നയിക്കാൻ കഴിയുന്നു അവിടെയെല്ലാം കടന്നുപോയി പ്രവർത്തന മേഖലകളിൽ ജീവിച്ച് അനേകർക്ക് സാക്ഷിയായി നീങ്ങാൻ കഴിയുന്നു. സ്ഥാപനത്തിൽ എല്ലാ പച്ചക്കറികളും വരുന്നു. അനേകം ഓർഫനേജുകൾ, ആരുമില്ലാതെ അലയുന്ന, ദുഃഖിതരായി വലയുന്ന, ക്ലേശത്താൽ പകരുന്ന അനേകർക്ക് ഭക്ഷണമില്ലാതെ അലയുന്നവർ ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞപ്പോൾ ഭക്ഷണമായി മാറാൻ തന്റെ ജീവിതത്തെ ഭക്ഷണമാക്കി മാറ്റി തന്ന യേശുവിനെ പോലെ ആത്മീയ ഭക്ഷണമാക്കിയ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ക്രിസ്തു സ്നേഹത്തിൽ നിറഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് കാരുണ്യത്തിന്റെ ഉറവിടമായി നമ്മുടെ ജീവിതം മാറ്റപ്പെടുക. പലപ്പോഴും പലതും കാണുമ്പോൾ കണ്ടില്ലെന്ന് നടിച്ച് കടന്നുപോകുന്ന ഈ കാലഘട്ടങ്ങളിൽ യഥാർത്ഥമായ ക്രിസ്തുവിനെ അനുഭവിച്ച ക്രിസ്തു സ്നേഹത്തിൽ ഒരുപാട് വില കൊടുത്തുകൊണ്ട് ഒരുപാടിടങ്ങളിൽ ഏകദേശം 56ഓളം സ്ഥാപനങ്ങൾ ഇന്ന് ഈ സ്ഥാപനം വഴി സൗജന്യമായി പച്ചക്കറികൾ നൽകി അവരെ
ആ സഹായത്തിനായി സാധിക്കുന്നു. ഒപ്പം തന്നെ ഓരോ വർഷങ്ങളിലും ദൈവശബ്ദം കൺവെൻഷന്റെ പ്രവർത്തകരിൽ പ്രധാനിയായി പ്രവർത്തിക്കാനും ഗ്രൂപ്പിലൂടെ അനേകർക്ക് സുവിശേഷം എത്തിക്കാനും ഈ ശക്തനമ്പരാ നഗർ മാർക്കറ്റിൽ അനേകം വ്യക്തികളിലൂടെ ദൈവശബ്ദം കൂട്ടായ്മ ഇന്ന് പടർന്ന് പന്തലിച്ച് ഓരോ വർഷങ്ങളിലും ഓരോ ബൈബിൾ കൺവെൻഷനുകൾ നടത്തിവരിക പതിവാണ്. 24ാമത്തെ വർഷം മുടങ്ങാതെ ബൈബിൾ കൺവെൻഷനുള്ള ഒരുക്കത്തിന്റെ ഓട്ടങ്ങളിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഏകദേശം 28ഓളം സഹോദരങ്ങൾ യേശുവിനെ അറിഞ്ഞ് യേശുവിന് വേണ്ടി ജീവിച്ച് ഈ ശക്തനമ്പരാൻ നഗർ മാർക്കറ്റിൽ തന്റെ ജീവിത സാക്ഷ്യം വഴി ജീവിത മേഖല വഴി കർത്താവിന് വേണ്ടി ജീവിക്കാൻ കടന്നു വരുന്നു. 94ന്റെ കാലഘട്ടത്തിൽ ദൈവശബ്ദം മീഡിയസ് പ്രയർ ടീമിന്റെ കൂട്ടായ്മയിലൂടെ കടന്നുവന്ന് അനേകയിടങ്ങളിൽ കർത്താവിനെ സാക്ഷ്യം വഹിക്കാൻ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുന്നു. വിശുദ്ധവചനം ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായം 16-ാം തിരുവചനം, കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുക, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. ദൈവത്തിൽ ആശ്രയിച്ച് അനേകരിലേക്ക് ദൈവിക മഹത്വം പകരാനായി ദൈവശബ്ദം കൂട്ടായ്മയുടെ കീഴിൽ സമരിയ എന്നൊരു മിനിസ്ട്രിക്ക് രൂപം കൊടുത്ത് അനേകരെ റിട്ടയർഡ് ഗൾഫ് ഉദ്യോഗസ്ഥര്, ബിസിനസ്സുകാര്, പോലീസ് ഉദ്യോഗസ്ഥര് തന്റെ ഒഴിവ് സമയങ്ങളിലെല്ലാം അനാഥാലയങ്ങളിൽ കടന്നുപോയി അനേകരെ കുളിപ്പിക്കാനും മുടിവെട്ടുവാനും സേവ ചെയ്യാനും അവരുമായി ദൈവസ്നേഹം പങ്കിടാനൊക്കെ ഈ മിനിസ്ട്രിയിലൂടെ ദൈവശബ്ദം കൂട്ടായ്മയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സമരിയ എന്ന മിനിസ്ട്രിയിലൂടെ ഇന്ന് സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകരെ കൂട്ടിപ്പിടിച്ച് അനേകരിലേക്ക് ദൈവിക വെളിച്ചം പകരാൻ സാധിക്കുന്നു. ഇതോടെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം കടന്നു വരുമ്പോൾ, ആ ദൈവിക ബോധ്യം കടന്നു വരുമ്പോൾ, ആ ബോധ്യത്തിൽ ജീവിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന തിരിച്ചറിവിലേക്ക് നമ്മുടെ ജീവിതം ഉയരണം. പ്രത്യേകിച്ച് ആദിലാബാദ് രൂപതയിലെ ബഹുമാനപ്പെട്ട പ്രിൻസ് പാണയങ്ങാടൻ പിതാവിനോട് ചേർന്ന് തൃശ്ശൂർ അതിരൂപതയുടെ ഇടവക വികാരിയായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജെയ്സൺ മാറോക്കിയോട് ചേർന്ന് ഫെലോഷിപ്പ് എന്നൊരു മിനിസ്ട്രിക്ക് രൂപം കൊടുക്കാൻ മിഷൻ മേഖലകളെ സഹായിച്ച് അവിടെ പ്രവർത്തിക്കുന്ന വൈദികർക്കും സിസ്റ്റേഴ്സിനും അൽമായർക്കൊക്കെ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഉപവാസമെല്ലാം എടുത്ത് അവരെ ബലപ്പെടുത്തി ആ മിഷൻ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഫെലോഷിപ്പ് എന്നൊരു മിനിസ്ട്രി കഴിഞ്ഞുപോയ 3 വർഷക്കാലമായി പ്രവർത്തനം തൃശ്ശൂർ അതിരൂപതയിൽ ആരംഭിച്ചിരിക്കുക. അനേകരെ ആ കൂട്ടായ്മയിൽ കടന്നുവന്ന് പലയിടങ്ങളിലും കടന്നുപോയി 1 വർഷം ഒരു സ്റ്റേറ്റ് ദത്തെടുത്ത് ദിവ്യകാരുണ്യ ആരാധന നടത്തി ആ ദേശത്തെ നവീകരിച്ച് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ ആ ദേശത്തിലേക്ക് ശക്തി പകരാൻ കർത്താവിന്റെ കൃപയാൽ ഇന്ന് സാധിക്കുക. തിരക്ക് പിടിച്ച ജീവിതത്തിലൂടെ നാം എല്ലാം കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ എങ്ങനെ സാധിക്കുമെന്നുള്ള ചിന്ത നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാകാം. ഇവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് ആ വലിയ ബോധ്യം പകർന്നു തരാനായിട്ട് നമ്മുടെ കർത്താവിനെ അത് സാധിക്കുമെന്നുള്ള ഒരു വലിയ ബോധ്യമാണ്. ശപ്പും ചവറും നിറഞ്ഞ ഈ ശക്തനമ്പരാൻ നഗർ മാർക്കറ്റിൽ ഒരുപക്ഷെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മാർക്കറ്റിന്റെ ഇടങ്ങളിൽ അനേകർക്ക് സാക്ഷിയായി ക്രിസ്തുവിനെ കൊടുക്കാൻ നമ്മുടെ ജീവിതം വഴി ഇന്ന് അത് സാധിക്കുന്നുണ്ട്. ഇടവക പ്രവർത്തനങ്ങളിൽ സജീവമായി കുടുംബ സമ്മേളന ഭാരവാഹിത്വവും തുടർന്ന് എല്ലാ മേഖലകളിലും സജീവമായി പ്രവർത്തിക്കാൻ കഴിയുന്നു. ഇടവക യൂണിറ്റിൽ അതിരൂപതാ തലങ്ങളിൽ പ്രവർത്തിക്കാനൊക്കെ ഇന്ന് സാധിച്ചുകൊണ്ട് മുന്നേറുകയാണ്. Praise the Lord. Hallelujah. 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 In the name of Jesus, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന മഹത്തായ ശുശ്രൂഷയിലെ ഓരോ എപ്പിസോഡും കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയങ്ങളിൽ 100 എപ്പിസോഡ് പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലോത്സരങ്ങളിൽ കൂടുതൽ അഭിഷേകം നിറയാൻ വേണ്ടി, കൂടുതൽ അനുഗ്രഹങ്ങൾ നിറയാൻ വേണ്ടി ഓരോ വ്യക്തികളുടെയും അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അനുഭവങ്ങളിലൂടെ ദൈവമഹത്വം വെളിപ്പെടുന്നതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാവുന്ന സമയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനായിരുന്നവനും ആയിരിക്കുന്നവനും ഇനി വരാനിരിക്കുമായ സർവശക്തനായ ദൈവം അങ്ങനെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുമ്പോൾ വെളിപാടിൽ 4:8 പറയുമ്പോൾ ഇന്ന് ജീവിക്കുന്ന യേശു നമ്മുടെ മുന്നേ ഉണ്ട് എന്ന വിശ്വാസത്തോടുകൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇത് വെറും അബ്രപാളികളിലല്ല
മറിച്ച് ഏതവസ്ഥയിൽ നിന്നുകൊണ്ട് നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവനാമം പ്രഘോഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ നിറയും. നമുക്ക് സമയം പ്രാർത്ഥിക്കാം. യേശുവേ, മഹത്വം മഹത്വം മഹത്വം. കർത്താവെ, കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അധരത്തിന്റെ കെട്ടുകളൊന്ന് അഴിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാൻ, നിന്നെ സ്തുതിക്കുവാൻ കർത്താവ് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക തിന്മകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോട്ടെ. പ്രത്യേകിച്ച് ആത്മഹത്യാ ചിന്ത ഈ സമയം വിട്ടുമാറിപ്പോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈശോയെ, സാമ്പത്തികമായ കടബാധികളായ വ്യക്തികൾ ഞാൻ എന്തിനു ജീവിക്കണം എന്ന് വിഷമിച്ചിരിക്കുന്ന മക്കളിലേക്ക് കർത്താവ് കൃപ തരണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശക്തി തരണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന സുവിശേഷമായി മാറുവാൻ ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കരം ഈ സമയം സ്പർശിക്കണമേ. മാറാരോഗങ്ങൾ വിട്ടുമാറിപ്പോട്ടെ. തളർവാദം ഈ സമയം വിട്ടുമാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധിതകള് യേശുവിന്റെ നാമത്തിലെ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, വിശ്വസിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുന്നതാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷകളമേ. ആമേൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഓരോ എപ്പിസോഡിലും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഓരോ ജില്ലകളിലും വ്യത്യസ്തരായ വ്യക്തികളെ ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓരോ അനുഭവങ്ങൾ കൂടുന്തോറും നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അനുഭവങ്ങളായി മാറണം എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. ക്യാമറ, ഡയറക്ടർ, എഡിറ്റിംഗ്, അങ്ങനെ വേണ്ട എല്ലാ മേഖലകളും അകരവത്തിന് അധ്വാനിക്കുന്ന അനേകം മക്കളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ ഈ ശുശ്രൂഷകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ആയിരിക്കുന്ന ഇടവകകളിലെ വിശുദ്ധരായ വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ, മാതൃകയായി ജീവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾ രോഗത്തിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമല്ല, സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങളെ മുൻകൂട്ടി അറിയിക്കുക. ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടേക്ക് ഞങ്ങൾ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. ഏറ്റവും കൂടുതൽ തൃശ്ശൂരിൽ നിന്ന്. ഞങ്ങൾ തൃശ്ശൂരാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ ആയിരിക്കുന്നത്. അപ്പോൾ ഓരോ ജില്ലകളിലും ഇങ്ങനെ ഞങ്ങൾ ഒത്തിരി മക്കളെ എടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകം തൃശ്ശൂർ ശക്തൻ മാർക്കറ്റ്, നമ്മൾ ദൈവശബ്ദം കൺവെൻഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓരോ വർഷവും ദൈവശബ്ദം കൺവെൻഷൻ. അത് തൃശ്ശൂർ ശക്തൻ നഗർ ബസ് സ്റ്റാൻഡിനടുത്ത് ഉള്ള ഒരു മാർക്കറ്റാണ്. ആ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ്. ഈ പച്ചക്കറി മാർക്കറ്റിൽ ബന്ധപ്പെട്ടിട്ട് ഒത്തിരി യൂണിയൻകാരും ഒപ്പം തന്നെ കടകൾ നടത്തുന്നവരും ഹോൾസെയിലും ചെറുകിടൊക്കെ നടത്തുന്ന അനേകം വ്യക്തികളുണ്ട്. ഒരു കാലഘട്ടങ്ങളിൽ ആ ഭാഗത്താണ് നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഭാരതം സന്ദർശിച്ചപ്പോൾ അവിടെയാണ് മാർപ്പാപ്പ കടന്നു വന്നത്. പിന്നീട് അവിടെ വലിയൊരു ബസ് സ്റ്റാൻഡും ഇപ്പോൾ മാർക്കറ്റൊക്കെ ആയി വളരെ മനോഹരമായി മാറിയിരിക്കുകയാണ്. പക്ഷെ ആ മാർപ്പാപ്പ വന്ന പുണ്യ സ്ഥലത്ത് ഇന്ന് ആ മാർക്കറ്റില്, സാധാരണ നമ്മളൊരു മാർക്കറ്റിലൊക്കെ കടന്നു ചെല്ലുന്ന സമയത്ത് അവരുടെ ഭാഷകൾക്കൊക്കെ വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് തൃപ്തിപ്പെട്ടില്ലെങ്കിൽ ഭാഷയുടെ രൂപഭാവങ്ങളൊക്കെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ശൈലികൾക്കൊക്കെ മാറ്റങ്ങൾ വരുവാണ്. ചിലപ്പോൾ ഒരു ലഹരി വസ്തു ഉപയോഗിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ചിലപ്പം എന്തൊക്കെയോ സംസാരിക്കുന്ന നമുക്കറിയത്തില്ല. പക്ഷെ ഇന്ന് നമ്മൾ ആ മാർക്കറ്റിലേക്ക് കടന്നു വരുമ്പോൾ ഭൂരിപക്ഷം ഉള്ള വ്യക്തികൾ അവിടെ അതിന്റെ സമീപ പ്രദേശത്തുള്ള പെട്ടി ഓട്ടോറിക്ഷക്കാര്, ഡ്രൈവർമാര്, അങ്ങനെ അവിടെ ഒത്തിരി മക്കള് ഇന്ന് ദൈവകൃപയാൽ ദൈവശബ്ദം നമ്മൾ കൺവെൻഷനൊക്കെ അവരാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും വട്ടായച്ചനും ഡൊമിനിക്കച്ചനും സഭാർത്ഥനും അങ്ങനെ ഒത്തിരി പേര് വന്ന് ഓരോ വർഷം അവിടെ കൺവെൻഷൻ, അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന കൺവെൻഷൻ ഇത് സംഘടിപ്പിക്കുന്നത് ഈ ശക്തൻ നഗറിലുള്ള ഓരോ തൊഴിലാളികളാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട സിൽവസ്റ്റർ ദൈവശബ്ദ കൺവെൻഷന്റെയൊക്കെ പ്രമുഖ വ്യക്തിയിലൊരാളാണ് ഈ സിൽവസ്റ്റർ. തൃശ്ശൂർ അതിരൂപതയുടെ ഒരു വചന പ്രഘോഷകനാണ്. ഞങ്ങളവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആ മാർക്കറ്റിൽ ലുങ്കി മുണ്ട് എടുത്തുകൊണ്ട്, സാധാരണ ഒരു ഷർട്ട് എടുത്തുകൊണ്ട് ഹോൾസെയിൽക്കാരനായി, പണിക്കാരനായി, അവിടെ ക്യാഷ് കൗണ്ടറൊന്നും ഇരിക്കും ഞാൻ കണ്ടില്ല, അവിടെ പണിക്കാരനായി നിന്നുകൊണ്ട് അവിടെ പച്ചക്കറി എടുത്തുകൊണ്ടിരിക്കുന്ന സിൽവസ്റ്ററെയാണ് ഞങ്ങൾ കണ്ടത്. ഇത് ഒരു ദിവസം 2 ദിവസമല്ല, വർഷങ്ങളായി ആ മകൻ പ്രത്യേകിച്ച് പ്രാർത്ഥനാ ചൈതന്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇന്ന് ആ മാർക്കറ്റിൽ തന്നെ ഈയിടെ തൃശ്ശൂർ അതിരൂപതയുടെ വലിയൊരു അവാർഡ് തന്നെ ആ സഹോദരൻ ലഭിക്കുകയുണ്ടായി. ആ മാർക്കറ്റിൽ തന്നെ മറ്റുള്ളവർക്കൊരു വലിയ സംസാര വിഷയമായി മാറിയിരിക്കുകയാണ് സിൽവസ്റ്റർ.
സിൽവസ്റ്ററുടെ സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു. ഏകദേശം 56ഓളം അഗതി മന്ദിരങ്ങളിലേക്ക് വ്യത്യസ്ത ദിവസങ്ങളായി തൃശ്ശൂരും പാലക്കാടും എറണാകുളത്തുള്ള ആ മന്ദിരങ്ങളിലേക്ക് ഇവര് സൗജന്യമായിട്ട് അവിടെ പച്ചക്കറികൾ കൊടുക്കുന്നു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഓർമ്മ വരുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 26-ാം തിരുവചനമാണ് ഓർമ്മ വരുന്നത്. ആകാശത്തെ പക്ഷികളെ നോക്കുക, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും സ്വർഗസ്നായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. വീണ്ടും 6:27 ഇപ്രകാരം, ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞൊരു വചനമാണ്, വീണ്ടും ആവർത്തിക്കപ്പെടുന്നതാണ്. 6:27 വീണ്ടും പറയാണ്, ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും നിനക്ക് വർദ്ധിപ്പിക്കാൻ പറയുന്നു. സിൽവസ്റ്ററെ പോലെ ഈ ഭൂമിയിലെ ഒത്തിരി മക്കളെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവരിലൂടെ പച്ചക്കറിയായിട്ടും അല്ലെങ്കിൽ മത്സ്യം, മാംസവും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും അരിയായിട്ടും വസ്ത്രമായിട്ടും ഒത്തിരി മക്കൾക്ക് ഇങ്ങനെ ഒത്തിരി മക്കളെ ദൈവം സൃഷ്ടിച്ചിരിക്കുക. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളൊക്കെ ഒന്ന് മാറ്റിയേ. നിന്നെ ആരും നോക്കാനില്ല, നിന്നെ ആരും പരിചരിക്കാനില്ല, നിനക്കാരും ഭക്ഷണം, നിനക്ക് താമസിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടുകൊണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തുമ്പോൾ കർത്താവ് വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പക്ഷെ നീ എന്തിനാ ഉത്കണ്ഠപ്പെടണേ? അനേകം വ്യക്തികളെ ഞാൻ ഈ ഭൂമിയിലെ സിൽവസ്റ്ററിനെ പോലെ ഒരുക്കിയിട്ടുണ്ട്, സംരക്ഷണം, പ്രൊട്ടക്ഷന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതെ, നിനക്ക് ഒന്നിനും ഒരു കുറവില്ലാതെ. അതാണ് സങ്കീർത്തനം 23-ലും ഒക്കെ നമ്മൾ പറയുന്നത്, കർത്താവാണ് എന്റെ ഇടയൻ, എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. അതെ, നീ ഏത് അവസ്ഥയിലായിരുന്നാലും നിനക്ക് ഒരു കുറവില്ലാതെ ദൈവം തന്നെ പരിപാലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് സിൽവസ്റ്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വചനം ഇപ്രകാരം കിട്ടുകയാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളാണ് കിട്ടിയത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ്, നല്ല സമരിയക്കാരന്റെ ഒരു ഉപമയാണ് കർത്താവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയ നല്ല സമരിയക്കാരന്റെ ഉപമ. ആ സമരിയക്കാരന്റെ ഉപമ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഒരു സംഭവം ഇപ്രകാരം പറയുന്നുണ്ട്. ഒരു നിയമജ്ഞൻ വന്നിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സ്വർഗം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഗുരു പറഞ്ഞൊരു വാക്കിതാണ്, നീ നിന്റെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും നീ സ്നേഹിക്കണം. ഇതുപോലെ നിന്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കണം. അപ്പൊ പൂർണ്ണ സ്നേഹത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ നീ ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പറ്റും. പൂർണ്ണമായും നിനക്ക് സ്നേഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, ദൈവത്തെ നിനക്ക് പൂർണ്ണമായും സ്നേഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിനക്ക് നിന്നെ കാണപ്പെടുന്ന നിന്റെ അയൽക്കാരനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റാതിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ ബന്ധത്തില് ഒരു ഒലച്ചിൽ സംഭവിക്കുമ്പോൾ അത് നിന്നെ കാണപ്പെടുന്ന സഹോദരങ്ങളുമായി ഒരു ഒലച്ചില് അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് നിയമജ്ഞനടുത്ത് വ്യക്തമായും സംസാരിച്ചത്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ കൂടെ നീ ദൈവത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടുകൂടെ നീ ദൈവത്തെ സ്നേഹിക്കുന്ന സമയത്ത് നിനക്ക് നിന്റെ അയൽക്കാരനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റും. നിനക്ക് നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുമ്പോഴാണ് യഥാർത്ഥത്തില് നേരത്തെ പറഞ്ഞ ഉത്തരം നമുക്ക് ലഭിക്കുന്നത്. എന്തുത്തരം ലഭിക്കുന്നത്? നിത്യജീവൻ അവകാശമാക്കാൻ പറ്റുന്നത്. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടുകൂടും പൂർണ്ണ ശക്തിയോടുകൂടി ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, നിന്റെ കാണപ്പെടുന്ന നിന്റെ സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമ്പോൾ നീ നിത്യജീവന്റെ അവകാശിയായി മാറും. മാമോദിസ വെള്ളം തലയിൽ വീണുകൊണ്ടൊന്നും നിത്യജീവൻ അവകാശപ്പെടാൻ പോകുന്നില്ല. മറിച്ച് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തെ നീ പൂർണ്ണമായി അനുഭവിച്ചറിയുമ്പോൾ നിന്റെ കാണപ്പെടുന്ന സഹോദരനെ നിനക്ക് പരിധികളില്ലാതെ നിനക്ക് സ്നേഹിക്കാൻ പറ്റും. അവിടെ നീ ജാതി മത വർഗമൊന്നും അവിടെ നോക്കത്തില്ല. നീ ആ സമയങ്ങളെ അവരെ നിനക്ക് സ്നേഹിക്കണം. അതാ സിൽവസ്റ്ററിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. സിൽവസ്റ്റർ ഒരു സാധാരണ ഒരു പച്ചക്കറി മൊത്ത വ്യാപാരി ആയിരുന്നിട്ടും യേശു ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മൊത്ത വ്യാപാരത്തിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരിയായി തന്നെ അന്വേഷിച്ച് വരുന്ന അഗതി മന്ദിരങ്ങളിൽ അവർക്ക് പച്ചക്കറികൾ കൊടുക്കുകയും ഒപ്പം തന്നെ ഒഴിവ് സമയങ്ങളിൽ അവർ ഗ്രൂപ്പായിക്കൊണ്ട് ദൈവശബ്ദത്തിൽ നിന്നും പ്രത്യേകമായി ഒരു പേരിട്ടുകൊണ്ട് അവരെ ഓടിച്ചെന്നുകൊണ്ട്
മുടിവെട്ടും ഷേവ് ചെയ്യും കുളിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ദിവസങ്ങളായി ഞാനത് നേരിട്ട് പലപ്പോഴും പല സെന്ററിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇവരുടെ ഗ്രൂപ്പ് വന്നുകൊണ്ട് ഒഴിവ് സമയങ്ങളിൽ പോയിട്ട് ഈ 56 അഗതി മന്ദിരങ്ങളിലും പറ്റുന്ന സമയങ്ങളിൽ പോയി അവിടെ ശുശ്രൂഷിച്ചു. വെറും പച്ചക്കറി കൊടുക്കുക മാത്രമല്ല, അവരെ പോയിട്ട് ആ മക്കളെ പോയി വിസിറ്റിങ്ങും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു വരുന്ന സിൽവസ്റ്റർ. അവിടെയാണ് പറഞ്ഞത്, പൂർണ്ണ ഹൃദയത്തോടുകൂടെ നീ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ശക്തിയോടുകൂടെ നീ ദൈവത്തെ സ്നേഹിക്കുന്ന സമയത്ത് നിന്റെ അയൽക്കാരെയും പൂർണ്ണ മനസ്സോട് നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഉദാഹരണം പറഞ്ഞില്ലേ, ഒരു വ്യക്തി കവർച്ചക്കാരിൽ പിടിക്കപ്പെട്ടുകൊണ്ട് വഴിയരികിൽ കിടക്കുന്ന സമയത്ത് ഒരു പൗരോഹിതൻ കടന്നു വന്നു, ഒരു ലേവ്യൻ കടന്നു വന്നു. അവരൊന്നും അവരെ നോക്കിയില്ല. അവസാനം ഒരു സമരിയാക്കാരൻ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയെ എടുത്തുകൊണ്ട് എണ്ണയും അല്ലെങ്കിൽ മരുന്നൊക്കെ കൊടുത്തുകൊണ്ട് സത്രത്തിൽ കൊടുത്ത് അവർക്ക് വേണ്ട പൈസയും കൊടുത്തുകൊണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് പൈസ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ നല്ല സമരിയാക്കാരന്റെ ഉപമ പ്രത്യേകിച്ച് നിയമജ്ഞന്റെ അടുത്ത് കൊടുത്ത ഗുരു യേശു ക്രിസ്തു ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയുക, ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെച്ചുകൊണ്ടും അല്ലെങ്കിൽ പരസ്പരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും വിധിച്ചുകൊണ്ടുമല്ല, മറിച്ച് നിനക്ക് കാണപ്പെടുന്ന നിനക്ക് സഹോദരൻ നിനക്ക് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിനക്ക് സ്നേഹിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അതിരുകളില്ലാതെ നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും. പുരോഹിതന്റെയും ലേവ്യനെ പോലെയല്ല, മറിച്ച് നല്ലൊരു സമരിയക്കാരനെ പോലെ, സിൽവസ്റ്ററിനെ പോലെ, അല്ലെങ്കിൽ ആ മാർക്കറ്റിലുള്ള യൂണിയൻകാരും അല്ലെങ്കിൽ പല ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇന്ന് ദൈവശബ്ദം കൺവെൻഷൻ വചനം കൊടുക്കുക മാത്രമല്ല അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തനമാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു അത്ഭുതമാണ് നമ്മൾ തൃശ്ശൂർ മാർക്കറ്റ്, ശക്തൻ മാർക്കറ്റിൽ നമ്മൾ കാണുന്നത്. അതെ, ഇന്ന് നമ്മൾ ഓരോ മക്കളും ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരട്ടെ. ലൂക്കായുടെ സുവിശേഷം 10:25 മുതലേ ആ സമരിയാക്കാരന്റെ കഥ കടന്നു വരുമ്പോൾ വെറും ഒരു കഥ അല്ലെങ്കിൽ വെറും ഒരു ഉപമയായി തള്ളിക്കളയാതെ എനിക്ക് എന്റെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ, എനിക്ക് എന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ, എനിക്ക് ഒരു നല്ലൊരു വചന പ്രഘോഷകനാൻ സാധിക്കുന്നുണ്ടോ, എനിക്കൊരു സുവിശേഷമാകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്തണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയങ്ങളിലെ പ്രത്യേകിച്ച് തൊഴിലാളികളായ വ്യക്തികൾക്ക് കടകള്, ഹോൾസെയിൽ കടകള്, ചെറുകിട കടകള് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന മൊത്ത ചെറുകിട എല്ലാ വ്യാപാരികളെയും ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവന്മാർ എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിക്കാം. അതെ, ഈ മക്കളെ ഈ സമയം നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഈ ജോലികളെല്ലാം ചെയ്തുകൊണ്ട് തളർന്നു പോയി കിടക്കുന്ന അനേകം മക്കളുണ്ട്. കർത്താവ് ഈ സമയം വരെ ഞങ്ങൾ ഓർക്കുന്നു, ശരീരം തളർന്നുപോയ ഒത്തിരി വ്യക്തികൾ ഭാരങ്ങൾ ഏറ്റുകൊണ്ട്, ജീവിത ഭാരങ്ങളും യഥാർത്ഥ ഭാരങ്ങൾ ഏറ്റുകൊണ്ട് തളർന്നുപോയ, ആക്സിഡന്റ് പറ്റുപോയ അനേക വ്യക്തികളുണ്ട്. കർത്താവ് അവർക്ക് വേണ്ടി പ്രത്യേകമായി ഇതാ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. ജോബിന്റെ പുസ്തകം 42:10 ഇങ്ങനെ പറയുന്നു, തന്റെ ജീവിതത്തിൽ നിന്ന് സകലം നഷ്ടപ്പെട്ടു പോയപ്പോൾ ജോബ് സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ചൈതന്യം ഇരട്ടിയായി ലഭിച്ചതുപോലെ കർത്താവെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ സമയം കൃപ തരണമേ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ കർത്താവെ ഈ സമയം സ്പർശിക്കണമേ, ഈ സമയം സ്പർശിക്കണമേ. അവിടുത്തെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ വ്യക്തിപര ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആമേൻ. നല്ല ഇടയനായ ഈശോനാഥ, ആടുകളോടും ആളുകളോടും അനുകമ്പ കാണിക്കുന്ന നല്ല ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഈ ആരാധന വേളയിലെ അഗതി മന്ദിരങ്ങളിലെ സേവനം ചെയ്യുന്ന സിൽവസ്റ്റർ എന്ന സഹോദരനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തന്റെ എളിയ ജീവിതത്തിലെ തനിക്കാവുന്ന രീതിയിലെല്ലാം അഗതികളായിട്ടുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ആ മകൻ തന്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രത്യേകമായിട്ട് 56ഓളം അഗതി മന്ദിരങ്ങളിലെ അദ്ദേഹം പച്ചക്കറി സൗജന്യമായിട്ട് നൽകി വരുന്നുണ്ട്. ആ ശുശ്രൂഷയെ അനുമോദിക്കുകയും അതോടൊപ്പം തന്നെ തുടർന്നുള്ള ജീവിതത്തിലെ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഈ ആരാധനയോടൊപ്പം നേരുകയും ചെയ്യുകയാണ്. പ്രത്യേകമായിട്ട് അഗതി മന്ദിരങ്ങളിൽ കഴിയുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയിലെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഏകാന്തമായ ജീവിതമായിരിക്കാം, ആരോരും നോക്കാനില്ലാതെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്ന അങ്ങനെയുള്ള അവസ്ഥകളിലായിരിക്കാം. അപ്പോഴെല്ലാം ഈശോയാണ് തങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് ജീവിക്കുന്നതിന് വേണ്ടി
എല്ലാ അഗതികളായിട്ടുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ഈ ആരാധനയിൽ നമുക്ക് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ സിൽവസ്റ്റർ സഹോദരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ അത് മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവർക്കും സേവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. Praise the Lord. Hallelujah. In the name of Jesus, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന ശുശ്രൂഷയുടെ ഈ എപ്പിസോഡ് ഇവിടം പൂർണ്ണമായാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ട സിൽവസ്റ്റർ, തൃശൂർ ശക്തൻ തമ്പ്രാൻ മാർക്കറ്റിലെ പച്ചക്കറി വ്യാപാരിയായ സിൽവസ്റ്ററിനെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. തന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 56ഓളം ആതുരാലയങ്ങളിലേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സിൽവസ്റ്ററിനെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ അടുത്ത ആഴ്ച പരിചയപ്പെടാൻ പോകുന്നത് കപ്പൂച്ചൻ സഭയിലുള്ള ഏകദേശം 74ഓളം വയസ്സ് പ്രായമുള്ള രഞ്ജിത്ത് പുളിക്കനച്ചനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അച്ഛന്റെ ജീവിതത്തിലേക്ക് വർഷങ്ങളായി അത് ശുശ്രൂഷ മേഖലയിലൂടെ കടന്നു പോകുന്ന ഇന്ന് ഒത്തിരി മക്കൾക്ക് തണലായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന രഞ്ജിത്ത് അച്ഛൻ, കപ്പൂച്ചൻ അച്ഛൻ, നമുക്ക് അടുത്ത ആഴ്ച അച്ഛന് വേണ്ടി പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കണം. അച്ഛന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷകള് നമുക്ക് കൂടുതലായി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലായ ജെയ്നീസ് മീഡിയ എന്നോ ജോയ്സൺ വടക്കാഞ്ചേരി എന്നോ നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബില് നിങ്ങൾക്ക് നമ്മുടെ ഈ ശുശ്രൂഷകളെല്ലാം കാണാൻ സാധിക്കും. ഏതെങ്കിലും നല്ല പ്രാർത്ഥനാ സഹായങ്ങൾ, അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാൻ മറക്കരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിലുള്ള ഏതെങ്കിലും വിശുദ്ധരായി മാതൃകയായി ജീവിക്കുന്ന ഏതെങ്കിലും വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ മറക്കരുത്. ഞങ്ങൾ ഒരു പുതിയൊരു ശുശ്രൂഷ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ആരംഭിച്ചിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്റർസെഷൻ ഫോർ ഇന്ത്യ സംയുക്തമായി വേളാങ്കണ്ണിയിൽ ദ്വിദിന ധ്യാനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് മാസത്തിന്റെ അവസാനത്തെ ശനി ഞായർ. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളെ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കാൻ മറക്കരുത്. അടുത്ത ആഴ്ച കാണുന്നവരെ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.